നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജാണ് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ സ്വരാജ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തോൽവി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായിരിക്കുന്നത്. തോൽവി പരിശോധിച്ച് തെറ്റുകൾ തിരുത്തും എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ സ്വരാജ് വിലയിരുത്തുന്നത്? തീർച്ചയായും ഒറ്റവാക്കിൽ ഒരു കനത്ത പരാജയം കേരളത്തിൽ LDF ഉണ്ടായിരിക്കുകയാണ്. ഇതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന ബംഗാളിലും തമിഴ്നാട്ടിലുമെല്ലാം ഗവൺമെൻറ്റുകൾക്ക് ഏറ്റ ഒരു തിരിച്ചടിയായി തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഒരു പൊതുവായൊരു പ്രവണത അതിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ കേരളത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ LDF പരാജയം വലിയ ഒരു പരാജയമാണ്. ഇതിന് മുൻപ് 2001 വലിയൊരു പരാജയം ഉണ്ടായത്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു പരാജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലെ CPIM ശക്തി കേന്ദ്രങ്ങളെന്ന് പൊതുവിൽ കരുതപ്പെടുന്ന സ്ഥലങ്ങൾ അവിടെ ഉൾപ്പെടെ പരാജയപ്പെട്ടു. അപ്പോൾ വലിയൊരു തിരിച്ചടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഇങ്ങനെയൊരു തിരിച്ചടി അപ്രതീക്ഷിതമാണ്, ഒട്ടൊക്കെ അപ്രതീക്ഷിതമാണ്. LDF വിജയിക്കുമെന്നാണ് പൊതുവിൽ കരുതപ്പെട്ടിരുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റം വളരെ വലുതായിരുന്നു. അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ജനക്ഷേമ പദ്ധതികൾ ആളുകൾക്ക് ആശ്വാസം നൽകി. അതിനൊക്കെ ജനങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യും, അത് സ്വാഭാവികമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമായി അതൊന്നും കടന്നു വന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചത് എന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. CPIM ഒരു സംഘടനാ രീതി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോഴും